കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവ് ശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ മേഘസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതാ പ്രതിരഹിത കാരുണ്യത്താ ഭക്തന്മാർദ്ദം വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ നീമയുള്ള മഹിമാവിയേലും ദൈവജനത്രീ കന്യകയാം മറിയാമീന്നും വേദവന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജവൃതിയാനിവർഗം മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപ്പരിഭാവന തൃത്തൈക സുപിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻഗേല്യോൻ കൈക്കൊള്ളുവോർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറയ്ക്കുമോ. സ്ലേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടുകൂടി ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരെല്ലാവരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോകുന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലോ അവരിൽ വല്ലവരുടെയും മേൽ വീരിക്കേണ്ടതിന് വിധികന്മേലോ വിരപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണത്തിൽ നിന്ന് പുരുഷരും വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഹബീബായി ബാറയ്ക്കുമോ. പൗലോസ്ലീഹാ ധന്യൻ ചൊൽകട്ടെ നീ ദൈവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താഴേൽക്കും സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളോ പാറിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ്റെ ഉപദേശം തോട് അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറയ്ക്കുമോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്താൽ നീതിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിലനിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടതയെ സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞു നാം കഷ്ടങ്ങളിലേക്ക് പ്രശംസിക്കുന്നു. പ്രത്യാശയൊക്കെ മംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലാഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയിരിക്കുമോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ആഹായ് ബാറയ്ക്കുമോ.
നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വാക്യപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം യേശു തമ്പുരാൻ വീണ്ടും കഫർന്നഹൂമിലേക്ക് പ്രവേശിച്ചു. അവൻ ഭവനത്തിലുണ്ടെന്ന് അറിഞ്ഞ് വളരെ പേർ വാതിൽക്കൽ പോലും സ്ഥലമില്ലാത്ത വിധം വന്നുകൂടി. അവൻ അവരോട് തിരുവചനം സംസാരിച്ചുകൊണ്ടിരുന്നു. 4 ആളുകൾ ചുമന്ന് ഒരു പക്ഷപാത രോഗിയെ ചിലർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം മൂലം അവനെ സമീപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർ മേൽക്കൂരയിൽ കയറി യേശു തമ്പുരാൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽത്തട്ട് പൊളിച്ചു. ആ പക്ഷപാത രോഗി കിടന്നിരുന്ന കട്ടിൽ കീഴോട്ട് ഇറക്കി. യേശു തമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാത രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വേദപണ്ഡിതന്മാരിലും പരീശന്മാരിലും ചിലർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ദൈവദൂഷണം പറയുന്നതെന്ത്? ഏകദൈവത്തിനല്ലാതെ പാപങ്ങളെ ക്ഷമിക്കുവാൻ മറ്റാർക്ക് കഴിയും എന്ന് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു. എന്നാൽ അവർ തങ്ങളുടെ ഉള്ളിൽ വിചാരിക്കുന്നത് എന്തെന്ന് യേശു തമ്പുരാൻ ആത്മാവിൽ എറിഞ്ഞിട്ടവരോട് പറഞ്ഞു, നിങ്ങൾ ഹൃദയങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പക്ഷപാത രോഗിയോടും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, നീ എഴുന്നേറ്റ് കട്ടിലെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പം? അനന്തരം അവൻ പക്ഷപാത രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നിന്റെ കട്ടിലെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് പോവാം. ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് തൻ്റെ കട്ടിലെടുത്തുകൊണ്ട് എല്ലാവരും കാണുക പുറപ്പെട്ടു. എല്ലാവരും വിസ്മയിച്ച് ഇങ്ങനെ ഒരു നാളും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. 38 ആണ്ടൊരു കട്ടിന്മേൽ ഭീകരവേദന പൂണ്ടുകിടന്നാരും നോക്കാതെ വേശ്യക്കാർ കൂട്ടാളികളും വിട്ടോടിപ്പോയി. കർത്താവ് അവനെ സന്ദർശിപ്പാനായി എഴുന്നള്ളി ശീക്രമണീറ്റാക്കട്ടിലുമേന്തി സന്തോഷത്താൽ ഗേഹം ചേർന്ന ദൈന്യത കണ്ട് സുഖം നൽകിയ നാഥൻ സംസ്തുത്യൻ. സവൻഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട്
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങൾ യോഗ്യരായി തീരണവയും പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘായുഷ്യന്മാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ആബേലിനും നോഹിനും മൽക്കീസദേക്കിനും തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമൂവേലിനും തന്റെ ദൃഷ്ടാന്തം സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറഞ്ഞ് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കുവാൻ പാടില്ലാത്ത സത്യദൈവവുമായ കർത്താവിന് സ്തുതിയും. തനിക്ക് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുന്യവുമോ സ്വദഹായ ബാറയ്ക്കുമോർ അനുഗ്രഹീതനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും കർത്താവിൻ പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേയും സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനേ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമുള്ളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ച് കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ.
നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കോല സുബാൻ ലൗന്മീ. ഞങ്ങളെ സൃഷ്ടിച്ച ഈ ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരുകയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും സത്യവചനം കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ വിശുദ്ധ ബലിപീഠത്തിലേക്ക് സമീപിക്കുന്നവരായി ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാൽ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി നിനക്ക് ഞങ്ങൾ അർപ്പിക്കുവാൻ യോഗ്യത നൽകണമേ. സ്വർഗീയവും ആന്തരികവുമായ നിന്റെ ബലിപീഠത്തിന്മേൽ പരിമള വാസനയായി ഇതിനെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനായി നിന്റെ വിശുദ്ധ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. നീതിമാനായ ഹാബേലിൻ്റെ കാഴ്ചയും നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ ഫലവഴിപാടുകളും മോശയുടെയും അഹ്റോന്റെയും ആചാരിത്വ ശുശ്രൂഷയും ശമൂവേലിൻ്റെ സമാധാനയാഗങ്ങളും നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ സ്വീകരിക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടന്മാരിൽ നിന്നും ഈ ആചാരിത്വ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായി ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ഈ ബലി നിനക്കർപ്പിക്കുവാനും ന്യായവിധി ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം നല്ല പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ യോഗ്യരാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഓശോ വബുകൂല സുബാൻ ലൗന്മീ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ളിൽ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. കാദീശ് ആബോ കാദീശോ കാദീശ് ബ്രോ കാദീശോ കാദീശ് റൂഹായോ കാദീശോ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന
വിശ്വാസികളായി സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ ഈ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വലോകാനുവാദരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിരിപ്പാൻ തന്റെ വലിയ മാറ്റത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന കർത്താവ് കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതൂര്യവും സ്നേഹവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേലും സമയമേതാ മോചിക്കും നാഴികയേതുതാ ഏതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ ഈ ആചാര്യൻ അനുഷ്ഠിക്കും ഈ കുർബാന. പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം ദാ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദാ ദൂരസ്ഥ സാവിധ
ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യുക കനിവാ. ഉത്തരമരുളി ചെയ്ത് അടിയാരോട് കൃപ ചെയ്യണമേ. ആമീൻ ബാറഖ്യമോർ സൗമൻ ഗാലോസ്. കർത്താവേ, നിന്റെ ഇടവകയിലെ വിവേകബുദ്ധിയുള്ളവരായ ആടുകൾക്ക് ശാശ്വത സമാധാനവും അഭേദ്യമായ ശാന്തതയും ക്ഷയിച്ചു പോകാത്ത സ്നേഹവും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തവനും അവന്റെ അടുത്ത് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തെ ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നു തമ്മിൽ ചുംബിക്കണം. തൽസോമോയും ശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. ബാറഖ്യമോർ, കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി വിശ്വാസപൂർവം തലകുനിച്ചു നിൽക്കുന്നവരെ സമാധാനം പാലിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് യോഗ്യത നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഞങ്ങൾ പാപജനകമായ വികാരങ്ങൾക്കകന്നവരും നിന്റെ രാജ്യത്തിന് സമീപസ്ഥരും ഭവനത്തിന് അവകാശികളുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. ബാറഖ്യമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ശോഭേ കർത്താവേ, അനാദിന്ത ചിന്തയുടെ രണ്ടാമത്തെ മഹനീയതയാകുന്ന ആത്മീയവും അദൃശ്യവുമായ സർവസൃഷ്ടികളും ചേർന്ന് കർത്താവ് പരിശുദ്ധൻ 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 എന്നും സ്തുതികീർത്തനങ്ങളാൽ നിന്റെ സവിശേഷതകളെ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനവരും ആയിരിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പഴയതിനെ മായ്ച്ചു കളയുന്ന പുതിയ നിയമത്തെ നിറവേറ്റുവാൻ നമ്മുടെ കർത്താവിന് തിരുമനസ്സായപ്പോൾ രക്ഷാമർമ്മമടങ്ങിയിരിക്കുന്ന പുളിപ്പുള്ള അപ്പമെടുത്ത് പിതാവിങ്കിലേക്ക് ദൃഷ്ടി ഉയർത്തി സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ മുറിച്ച് തന്റെ അത്താഴ വിഴുന്നിലിരുന്നവർക്ക് നൽകിയവരോട്, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്നെ അനുഗമിക്കുന്ന സകല വിശ്വാസികൾക്കും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി അനുഭവിക്കുവാനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽവോലം വൽമീ. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും യുക്തമായി ചേർത്ത് കലർത്തിയ ജീവന്റെ പാനപാത്രവും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. വാറേ തന്റെ രഹസ്യത്തിൽ പങ്കാളികളായവരെ ഏൽപ്പിച്ചവരോട്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് അനുഭവിപ്പീന്. പാനം ചെയ്യുന്നവർക്ക് ഇതുമൂലം രക്ഷ ലഭിക്കുകയും നിർമ്മല മനസാക്ഷിയോട് ഇത് അനുഭവിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽവോലം വൽമീ. ഈ പ്രബോധനത്തോടും ധൈര്യപ്പെടുത്തലോടും കൂടി ഈ രഹസ്യം നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മയെ നിങ്ങൾ നിർവഹിപ്പീൻ എന്നു താൻ കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവ്
നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ ജനനം, ശേലാകർമ്മം, മാമോദീസ, കുരിശാരോഹണം, കബറടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം ഇവയൊന്നും ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. സകല മനുഷ്യരെയും മാലാഹമാരെയും ഒരേ വേദിയിൽ നിർത്തുകയും ഉത്തമന്മാർക്കും ദുഷ്ടന്മാർക്കും യഥാർത്ഥ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന വലിയ മഹത്വത്തോടുകൂടിയ നിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. ഉത്തമനെ ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ആന്തരികമായും അദൃശ്യമായും ആവസിച്ച് ദൈവമായ കർത്താവിൻ്റെ ജഡധാരണം ചെയ്ത ശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായി ഗോകുൽത്തയുടെ മുകളിൽ ചൊരിയപ്പെട്ട നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾക്കും ഈ വിശുദ്ധ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ പാപമോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനുമായി തീരണമേ. ഇവയാൽ വരുവാനുള്ള ലോകത്തിൽ സ്വർഗരാജ്യത്തിൽ നിത്യജീവന ഞങ്ങൾ അവകാശികളായി തീരണമേ. ഓശോ വബുകൂല സുബാൻ ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തിട്ട് പോരുന്ന നമ്മുടെ പാത്രികന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബൂന്മാർ തീമോത്തിയോസിന് വേണ്ടിയും
സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മാത്രവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ നിന്റെ ആടുകളെ ചീന്തിക്കളയുവാൻ ഉദ്യമിക്കുന്ന കുഞ്ഞാട് വേഷധാരികളായ ഉഗ്രജനായ്ക്കളെ വേഗത്തിൽ നശിപ്പിച്ച് മായ്ച്ചു കളയുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാരിക്കുമോർ സർവശ്രുതയുമായ കർത്താവേ, പലവിധമായ കടലിൽ വഴിച്ചില്ലാപ്പെട്ട് നിന്റെ രാക്ഷസിനെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴിക ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം വിനയരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യത്തിലുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവരുതുണ്ടാകാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സകലത്തിലും ശക്തിയുള്ളവനായി നിനക്ക് അസാധ്യ കാര്യങ്ങൾ എളുപ്പമുള്ളവയും വിഷമസംഗതികൾ നിഷ്പ്രയാസങ്ങളുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാറിക്കുമോർ നാൽഭാഗമുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവൻ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്നവർക്ക് നിന്റെ സഹായം നീട്ടിക്കൊടുക്കുകയും നിന്റെ വലത്തുകൈയുടെ സഹായം അവർക്ക് നൽകുകയും ചെയ്യണമേ. തന്മൂലം അവർ നിന്റെ ഏകപുത്രന്റെ സ്ലീബായുടെ ഉഗ്ര ശത്രുക്കളുടെ നേരെ വിജയികളും ശ്രേഷ്ഠരുമായി കാണപ്പെടുവാനിടയാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാറക്കിമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീയന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും യജമാന്റെ മുന്നോട്ടുകാരനുമായ മാർ യോഹാനോൻ മാംദാനായെയും ഷെമാശന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവയുമായ മാർ സേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാശ്ലിയായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വത്സലന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ മറക്കണമേ. അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ ക്രമീകരിക്കണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ പോലെ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വബുക്കൂല സുബാൻ ബറക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ
ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ കൂടി മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസ്തന്തീനോപ്പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലീമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കൂബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസീലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമൂവും ദസ്സനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരിയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അപിതാക്കന്മാരുടെ സത്യോപദേശങ്ങളിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അവരുടെ മാതൃകയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അവരുടെ ഓഹരിക്കും അവകാശത്തിനും അവരോടുകൂടെ ഞങ്ങളെയും യോഗ്യരാക്കണമേ. അവരുടെ കൂട്ടത്തിൽ അവരെ പോലെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ അരുവുകളെയും സകലചടങ്ങളെയും ഉടയവരായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവുകളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തന്നെ സ്വർഗ്ഗത്തിൽ ചേർത്തുള്ളവനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നാട്ട് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ആന്തരിക മഹാസർപ്പത്തിൽ നിന്ന് നീ മൂലം അവർ രക്ഷ പ്രാപിക്കണമേ. നാശത്തിൻ്റെ ചുഴിയിൽ നിന്നും അവർ രക്ഷിക്കപ്പെടുകയും വിനാശത്തിൻ്റെ പൂഴിയിൽ നിന്ന് അവർ വെടിപ്പാക്കപ്പെടുകയും ചെയ്യണമേ. അവൻ മൂലം ഞങ്ങളും അവരും കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ
ഞങ്ങൾ ഓരോ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, രണ്ടാമത്തെ സൃഷ്ടിയിൽ പുതിയവരായി ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പുതുക്കപ്പെട്ടവരായി ഞങ്ങളെ ഒരുപോലെ നിന്റെ ആത്മീയ ദർശനമുള്ള പുഷ്ടിക്ക് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിൽ വന്ന പോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായി നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും വിശുദ്ധ റൂഹായോടും കൂടെ മൗത്തീകരിക്കപ്പെടുകയും പുഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബുക്കോല സുബാൻ തന്റെ തിരുനാമം വരുന്ന കാലം തന്നെ എനിക്ക് തലമുറ തലമുറകളായി തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്ഥിതിയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോ നിൻ വാതിൽ നിന്നെ വിളിക്കുന്നേ നാദാ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നുദവിക്കായി ബലഹീന ബാരക്കുമോർ കുരിയലായിസോ. കർത്താവിനോട് നാം
പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങളെ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേക ഈ ദിനങ്ങളെ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധി സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹം വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിലും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിഭാവനത കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. കർത്താവേ, നിന്നെ സ്തുതിക്കുവാൻ വേണ്ടി നിർമ്മിതമായിരിക്കുന്ന ഞങ്ങളുടെ നാവിനെ നീ ചലിപ്പിക്കണമേ. ഞങ്ങളിൽ അങ്കുരിക്കുന്ന വികാരങ്ങളെയും ചിന്തകളെയും ചലനങ്ങളെയും ആലോചനകളെയും നീ നിയന്ത്രിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ ഉപദേശത്തെയും രാഗനൈർമല്യത്തോടുകൂടെയും ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങളുടേതാകുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താനുമ്പായ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ തലകുനിച്ച് നിന്റെ സ്വർഗീയ കരുണകൾ പ്രാപിക്കുവാൻ വാഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ജനത്തെ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ രാജ്യത്തിൽ നിന്റെ കൂടെ ആനന്ദിക്കുവാൻ ഇവരെ ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തെഹവേ തൈബുസാരഹവേ. വിശുദ്ധിയുള്ളതും മാറ്റമുള്ളതും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂവും അനാദിന്തവും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ബാറയ്ക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകർവായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി തീർക്കുന്ന ജീവനുള്ള ഏക വിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതന്മാരെ ഓർക്കണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മുറിയോരാകെ മേലേനോകാതാരേ. നിന്നാൽ സ്തുതിയോട് രാജമകൾ ഹാലേ ലുയ്യായോ ഹാലേ ലുയ്യാ. നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജന്മോഹിപ്പാൻ ഹാലേലൂയായോ ഹാലേലൂയാ. നിൻ ജനമോർക്കായിക പിതൃഗൃഹം പാലിക്കുമോ. ശുഭഹോലാ ബോലെ ബറുവൽ റൂഹോ കാദീശോ. മനവോലം വാദാമൽ വോലം ഉൽമീനാമി. പത്തുർപുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് കേണം. സോമൻ കാല സുറിയേലായി സോ സ്വീകരണം നേടേ. ദൈവത്തിൻ മാതാവാ ശാപത്തെ നീക്കിയ കന്യകയെ ശാന്തിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി ദാനേകാത്മജനോ അഭ്യർത്ഥിക്കണമേ പാലിക്കുമോ. ബഹുലാ ബോലെ ബറുവൽ റൂഹോ കാദീശോ. വിശ്രാപികത്തൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോരേ ആദാമിരസാതാൻ ദൈവതൻ അടിമയിൽ നിന്നിടുവാൻ ധീയവീരാസ്തോത്രം മോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും
അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. നയവാൻ വന പോലെ തളിർത്തിടുമേ ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരുകൾ വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും വായിക്കുമോ. ഒരുപോലെങ്ങും മാർത്തോമാസ്ലേഹ മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. സൗമൻ കാലോസ് കുറിയലായിസോ. പ്രാർത്ഥനയും സമയമേതല്ലോ മോർഗീഗോറിയോ. പതിവിൻ പാടി നിൻ കോട്ടതലയായി പ്രാർത്ഥിക്കാം. ഇമ്പമിഴോ നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും. നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം. വാഴ്ത്തുമോ നിന്നെ മരിച്ചൊരു താതനും മാഗ്രിഗോറിയോസ്. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിയിടുന്ന നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. ബസേലിയോസ് ഗ്രിഗോറിയോസ് സൽഗുണനിധിയേ. സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയുമാവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പ് അതിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുക. പ്രത്യേകാൽ നോമ്പിനെ പറ്റി പറയുമ്പം പണ്ട് വല്യപ്പച്ചന്മാരും വല്യമ്മച്ചന്മാരും ഒക്കെ ചെയ്തതുപോലെ നോമ്പ് ശുഭക്കോനോ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ പേത്രത്തായുടെ ദിവസം തന്നെ മീനും ഇറച്ചിയൊക്കെ കറി വെച്ചുകൊണ്ടിരുന്ന ചട്ടി കഴുകി കമത്തി വയ്ക്കുന്നൊരു പാരമ്പര്യം പണ്ട് വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചന്മാർക്കുണ്ട്. അങ്ങനെ നോമ്പിലേക്ക് പ്രവേശിച്ചവരുണ്ട്. നോമ്പിലേക്ക് പ്രവേശിക്കാൻ 25 നോമ്പാകട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. 25 വേണോ, കഷ്ടാനുവാഴ്ച മാത്രം പോരായോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷെങ്കിൽ നോമ്പ് എപ്പം തുടങ്ങിയാലും നോമ്പ് വീടിൽ എല്ലാവർക്കും ഉണ്ട്, നോമ്പില്ലാത്തവർക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, ദൈവവുമായിട്ടുള്ളൊരു ബന്ധം ആഴത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് നോമ്പ് എന്ന് പറയുന്നത്. ഈ നോമ്പിൻ്റെ പ്രാർത്ഥനകളിൽ ഉച്ച നമസ്കാരത്തിലൊക്കെ വരുമ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭക്ഷ്യത്തിൽ നിന്ന് മാത്രം ഉപവസിക്കുന്നവൻ്റെ നോമ്പായി കണക്കിടപ്പെടുന്നില്ല. സഹോദരനോട് വഞ്ചന കാണിക്കുകയും ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുകയും വരുന്നവനെ നോമ്പുകാരനായി കണക്കിടപ്പെടുന്നില്ല. അങ്ങനെ ധാരാളം ചിന്തകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയം.
ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം എല്ലാ വർഷവും നമ്മൾ വായിച്ചു കേൾക്കുന്ന വേദഭാഗം. കർത്താവ് ഒരു ഭവനത്തിൽ ആയിരുന്നു, കഫർനഹൂമിലെ ഒരു ഭവനത്തിൽ. കർത്താവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അനേകം ആളുകൾ അവിടെ തിങ്ങിക്കൂടുകയും കർത്താവിൻ്റെ അടുക്കിലേക്ക് വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ എത്തിച്ചേരാൻ പറ്റാത്ത പോലെ ആ ഭവനത്തിനകത്തും അതിൻ്റെ പരിസരത്തും ഒക്കെ ആൾ നീങ്ങിട്ട്. അപ്പോഴാണ് അവിടെ പറയുന്നുണ്ട്, കർത്താവ് അവരോട് തിരുവചനം സംസാരിച്ചുകൊണ്ടിരുന്നു. എന്താ കർത്താവ് പ്രസംഗിച്ചത്? എന്താവാം? കർത്താവിനെ പറ്റിയുള്ള വചനങ്ങളാണല്ലോ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പ്രസംഗിച്ചത് എന്തായാലും നമ്മൾ പറയുന്ന സുവിശേഷമല്ല. പിന്നെയോ കർത്താവ് പ്രസംഗിച്ചത് മുഴുവൻ സങ്കീർത്തനങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെ അവരുടെ അരുളപ്പാടുകളും മോശയുടെ പുസ്തകത്തിൻ്റെ ന്യായപ്രമാണ അനുഭവങ്ങളുമാണ് കർത്താവ് പ്രസംഗിച്ചത്. അതിന് തർക്കമില്ല. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവസാനത്തെ വാചകം പോലും ഉരുവിടുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ വായനകളിലും പഠനങ്ങളിലും മറ്റു ചിലരും പറയുന്നു, പഴയ നിയമം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ ബോധപൂർവം അതിനൊരു കാരണം കണ്ടെത്താറുണ്ട്. പഴയ നിയമം വായിച്ച ഒന്നും മനസ്സിലാകാത്ത ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ണു തിരുമ്മി പഴയ നിയമത്തിൽ ഏതെങ്കിലും അധ്യായം വായിച്ചാൽ മനസ്സിലാകാൻ സാധ്യതയില്ല. കാരണം അത് സൃഷ്ടിയുടെ ആരംഭം മുതൽ അടുക്കിനും ചിട്ടയ്ക്കും ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഒരറ്റത്തുനിന്ന് ശാന്തമായി വായിക്കണം. ചില അധ്യായങ്ങളൊക്കെ പലതവണ വായിച്ചെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. സങ്കീർത്തനങ്ങൾ പോലെയുള്ളത് ഒരുപക്ഷെ വായിക്കുമ്പം പെട്ടെന്ന് മനസ്സിലാകാമായിരിക്കും. എന്നാലും കർത്താവ് തൻ്റെ ജീവിതത്തോട് ഈ പഴയ നിയമ അനുഭവങ്ങളെ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെ, മോശയുടെ പഠിപ്പിക്കലുകളെ, സങ്കീർത്തനങ്ങളെ ആഴത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളത് വാസ്തവം. നമുക്കും അത് ചേർത്ത് വയ്ക്കുവാനായിട്ട് ഇടയാകണം. കർത്താവ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ മനുഷ്യർ ഒരു പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ടുവന്നു. കർത്താവിൻ്റെ അടുക്കിലേക്ക് അവനെ എത്തിക്കുവാനായിട്ട് പറ്റുന്നില്ല. മക്കളെ, പക്ഷപാത രോഗി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എന്താ? കാലില്ലാത്ത ആളാണ്. പിന്നെ ശരീരം മുഴുവൻ തളർന്നു പോയ, പാരലൈസ് ആയ ഒരു വ്യക്തി. അവൻ എത്ര വർഷമായിട്ട് അങ്ങനെ കിടക്കുക? എത്ര വർഷമാണ്? 5 വർഷം. നമ്മൾ വായവിടെ പാടിക്കേട്ടു, സ്തംഭിതനായി 38 വർഷം ഒരു കട്ടിലിൽ കിടന്ന മനുഷ്യൻ. 1 അല്ല 2 അല്ല, 38 വർഷം. ഈ 38 വർഷവും അവൻ്റെ പ്രിയപ്പെട്ടവരും അവന് വേണ്ടപ്പെട്ടവരും ഒക്കെ എന്തെല്ലാം ചികിത്സകൾ ചെയ്തിട്ടുണ്ടാവാം. ആരെയൊക്കെ അവനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ 38 വർഷമായിട്ട് കിടക്കുക. ഈ മനുഷ്യനെയും താങ്ങി കട്ടിലും താങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്ക പോണോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം, അല്ലേ? 38 വർഷം കിടന്നില്ലേ, ഇനി ബാക്കിയുള്ള ജീവിതം കൂടെ അവിടെ കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷെങ്കിൽ അവനെ സ്നേഹിച്ച, ദൈവത്തിൽ വിശ്വസിച്ച, രണ്ടും അർത്ഥവത്താണ്. അവൻ്റെ കിടപ്പിൽ സഹതാപം തോന്നിയ, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്ന കുറേ ആളുകൾ ഒന്നിച്ചു കൂടിയപ്പോൾ ആ മനുഷ്യന് സൗഖ്യം ലഭിക്കുക. അതുകൊണ്ട് മറ്റൊരാളുടെ സൗഖ്യത്തിൽ, മറ്റൊരാളുടെ രക്ഷയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും പങ്കുണ്ട്. ചില പ്രൊട്ടസ്റ്റന്റുകാർ പറയും,
വിശ്വസിച്ച് നീ സ്നാനമേറ്റാൽ നീ രക്ഷിക്കപ്പെടും. എന്താ പറയാ? നീ വിശ്വസിച്ച് നീ സ്നാനമേറ്റാൽ നീ രക്ഷിക്കപ്പെടും. ഓർത്തഡോക്സ് സഭയുടെ പഠിപ്പിക്കലുകൾ അങ്ങനെയില്ല. ഇവിടെ ചൊല്ലിക്കേട്ട പ്രാർത്ഥനകൾ ഈ പുരോഹിതന് മാത്രമുള്ള പ്രാർത്ഥനകളല്ല, ഈ ജനത്തിനും സഭയ്ക്ക് മുഴുവനും വേണ്ടിയും ഈ പ്രകൃതിക്ക് മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. ഭാഗ്യസ്മരണാർഹനായ ഈവാനിയോസ് തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഈവാനിയോസ് തിരുമേനി എപ്പോഴും പറയും, ഓർത്തഡോക്സ് വിശ്വാസവും പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസവും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രണ്ട് ആരാധനയിലെ പദങ്ങൾ അതിന് തിരുമേനി ഉപയോഗിക്കുമായിരുന്നു. ഒന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന് സ്തുതി അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ആരാധനയിൽ ധാരാളം ഇടങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പദമുണ്ട് കുറിയേലായിസോൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണം. ഓർത്തഡോക്സ് വിശ്വാസവും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം, ഓർത്തഡോക്സുകാർക്ക് ഹല്ലേലൂയ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവരെ പോലെ ഞാൻ ആകാത്തതിനാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതിനാൽ, നീ എനിക്ക് നന്മകൾ തന്നതിനാൽ ഹല്ലേലൂയ അതല്ല. കർത്താവേ എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ പഠിപ്പിക്കലുകളും പ്രാർത്ഥനകളും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട എവങ്കേലിയൻ ഭാഗങ്ങളും ഇനി വായിച്ചു കേൾക്കുന്ന ഭാഗങ്ങളൊക്കെയും അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ അടുക്കലേക്ക്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അല്ലേ എന്നോട് കരുണ കാണിക്കാം, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ സൗഖ്യത്തിന് എനിക്കൊരു പങ്കുണ്ട്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് എനിക്കൊരു പങ്കുണ്ട്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് എനിക്കൊരു പങ്കുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനും കരുതാനും ഉണ്ടായിട്ടുമല്ലേ ഗൾഫിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും നമുക്കൊരു ജോലി കിട്ടുക. ശമ്പളം തരാൻ ആരെങ്കിലും ഉണ്ടായിട്ടല്ലേ? അതോ എൻ്റെ കഴിവ്, എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പിടിപാട് അതുകൊണ്ട് മാത്രം ജീവിതം അങ്ങേ അറ്റം എത്തിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വേദപുസ്തകത്തിലെ മനോഹരമായൊരു വാക്യമുണ്ട്, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നടക്കാം അല്ലേ? നീ വൃദ്ധനാകുമ്പോൾ മറ്റുള്ളവർ നിന്റെ അരകെട്ടി നിന്നെ അവരെ കൊണ്ടു നടക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ദൈവം തമ്പുരാൻ പറയുന്നത്, നീ ആ 38 വർഷം കിടന്ന കട്ടിലും എടുത്തുകൊണ്ട് നടക്കാൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന അത്ര ശക്തമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ പലയിടത്തും കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും 2 പേർ ഒരേ ആവശ്യം ആഗ്രഹത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് മറുപടി കിട്ടാതെ പോയില്ല അല്ലേ? കൂട്ടായി പ്രാർത്ഥിക്കുന്നത് അതിനാ, കൂട്ടായി നോമ്പ് നോക്കുന്നത് അതിനാ, കൂട്ടായി നന്മകൾ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ രക്ഷ, എൻ്റെ കാര്യം എന്നൊരു പഠിപ്പിക്കൽ ഓർത്തഡോക്സ് സഭയ്ക്കില്ല. നിങ്ങൾ ഈ പ്രാർത്ഥന, നോമ്പിൻ്റെ പ്രാർത്ഥനകൾ നോക്കിയോ? ആരാധനയിലെ പ്രാർത്ഥനകൾ നോക്കിയോ? ഈ കല്യാണത്തിന് നിങ്ങൾ വന്ന് നിൽക്കുമ്പം ഈ പെണ്ണും ചെറുക്കനും വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കുക? ഈ വന്നുകൂടുന്ന ജനക്കൂട്ടത്തിന് മുഴുവനും പ്രാർത്ഥിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷയിൽ മരിച്ചുപോയാൾക്ക് വേണ്ടി മാത്രമാണോ? ജീവനോടിരിക്കുന്നവർക്ക് ധാരാളം അറിയിപ്പുകൾ അതിലുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഈ ക്ഷീമാ നമസ്കാരത്തിൽ, സന്ധ്യാനമസ്കാരത്തിന് പാടുണ്ട്, വായും നാവും വചനവും ഉള്ളവൻ അല്ലേ? സംസാരശേഷിയുള്ള മനുഷ്യന് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ, ഈ സൃഷ്ടിക്ക് മുഴുവൻ ദൈവത്തിന് സ്തുതി പാടാൻ ബാധ്യതയുള്ളവനാണ്. എൻ്റെ ആവശ്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കാനല്ല,
മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കാനും ഈ പ്രപഞ്ചത്തിന് മുഴുവനും വേണ്ടി ദൈവത്തിന് സ്തുതി പാടുവാൻ ഈ നോമ്പുകാലം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നേരിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ. നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും ബാരക്കുമോ. ബഹുല ബോല ബറോവൽ റോഹോ കാദീശോ മൂലം വാലാമുൽ മൂലം വൽമീനാമേ. ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ഉദ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടിയായി മൺമയലുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നേടും. അത് കാണുവാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി പൂർവം നീറേമാൻ മണ്ണിനുയർച്ചയിലാശ്രയം ബാരക്കുമോ. ബഹുല ബോല ബറോൽ റോഹോ കാദീശോ ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹരോന്മൂശയോടും നീച്ച് സ്കറിയായ്ക്കതു നൽകി മൂശ. സ്കറിയായോഹന്നാനേകി യോഹന്നാൻ കർത്താവിനും കർത്താവൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിവാഹങ്ങൾക്ക് സ്നേഹന്മാർ മുറിയൂറായി മേലേരുവാധാരേ. മുടികൾ മുടഞ്ഞവ നിരനിരയായി ബലിപീഠത്തിലിരിപ്പുണ്ട്. നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്കവച്ചൂടിയിടും. മകളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ബാരക്കുമോ. മിനോലം വാദമിനോലം വൽമീനാമീൻ. ശരണത്താലേവിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനിൻ ജീവാസുരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തോമൻ ഗാലോസ് കുറിയേലായിസോ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃഗതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു ബാരക്കുമോ. എന്റെ ശരീരം ഭക്ഷി രക്തം പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വീണ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങേത്തേട്ടു മരിച്ചത് ഞാൻ. എന്നും കർത്താ തന്നരുളിന് മഹത്വം
മരമാതിനുയരെ കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം തൃക്കത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടേടേണം. ബാറകിമോർ എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. വാസം ചെയ്യും നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട രണ്ട് ലോകങ്ങളിലും നിത്യമായി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവർ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർന്നെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായി അരുളി ചെയ്ത വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും
ഞങ്ങൾ മട്ടസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു. ആദി മുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ മേൽ നിന്റെ അദൃശ്യമായ വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ
ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാടും കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതനുയർപ്പും നീ തന്നെ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളുടെ വായ്കൾക്ക് നീ യോഗ്യത നൽകി. എന്തെന്നാൽ ഞങ്ങളുടെ വായ്കൾ നിന്നെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ നാവുകൾ നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും പ്രാപ്തിയുള്ളതല്ല. അവൻ്റെ കൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ വബുക്കൂല സുബാൻ ലൗൻമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോർ നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകും നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഭക്ഷിക്കപ്പെടുവാനും ജീവന്റെ പൊളിപ്പായി ഭവിക്കുവാനും വേണ്ടി സ്വയം നൽകപ്പെട്ട മിശിഹാ തമ്പുരാനെ, നിന്നെ അനുഭവിച്ചിട്ടുള്ളവരെ, നിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവങ്ങളെ അപഹസിച്ചവരുടെ കൂട്ടത്തിൽ നീ ശിക്ഷയ്ക്ക് വിധിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബുക്കൂല സുബാൻ ലൗൻമീ. കഠിനതളർച്ചയിലുഴരും നോരെ കണ്ടാനീശൻ അവശന്മാരുടെ സങ്കടമോർത്തവനകമുരുകി വർഷിച്ചാനവനാതുരരിൽ കൃപയതിരില്ലാതെ പാവനതനുവിൽ നിന്നെല്ലാരും സൗഖ്യം നേടി. ആത്മാവാലും തന്തനുവാലും ദീനനു സൗഖ്യം നേടിയ ദേവ രോഗികളിവരിൽ കൃപ ചെയ്യണമേ. പാപം മൂലം പലവിധ രോഗം ബാധിച്ചോരാം ഞങ്ങളുടെ രോഗ തൊടുപാപമതും പോക്കിയിടണമേ. സ്വയമേ തൻ കാരുണ്യം
പാപമൊഴി ചങ്ങങ്ങൾക്ക് താനേ സുസ്ഥിര സൗഖ്യം. സെലോൻ ബെസ്ലോമോ ആഹായ് നബിബായ്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധവും അഗ്നിയുമാവുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോക്കും, വിശ്വാസികളായ നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസനാവും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവിന്റെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമായി ചെന്നു വഴിക്കണമേ. ഗോകുൽത്തായിൽ തൻ മാർവു തുറന്നോരുത്തമനെ ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാച്ചോരയതാലും എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാമെസ്പോകായതിനാൽ മായിച്ചൻ പാവങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോ എന്നെ യോഗ്യനതാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാതൃതയെ പാതകനിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകുക മടിയനതാം എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോരി പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സ്തോമൻ കാലോസ് കുറിയേലായിസോൻ മോറാനീശുമശിഹ ഉൾക്കൊണ്ടോരീ നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളാൽ ഉതകിടണമേ. നിൻവലമതിൽ നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യസമേതം നിൻബോധത്താഴ്വരയിൽ കുടിപ്പിക്കും നീ അവരെ. കർത്താവേ, ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തും ഉയരേകും രക്തമതും തീനരകത്തിൽ പാരമതായി തീർന്നേകണമേ. ഹല്ലേലൂയ, ജീവൻ നിത്യം ബാധിക്കുമോ. ശിഷ്യർക്കായ മാളികയിൽ തൻ തിരുമേനി ഖണ്ഡിച്ചാദാമ്യരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസ തന്നിൽ ചേർത്തൊരു ഹല്ലേലൂയ സുതനായി സ്തോത്രം. പുതുജീവൻ നിന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാനദിനെ വിധി സമയത്തെരുതീയൻ രോഷതയെങ്കിൽ ഞെട്ടിയിടല്ലേ. നിൻ ശൈത്യം കൊണ്ടവതാനെ ഹല്ലേലൂയ നീട്ടപ്പെടണേ. ഗോകുൽത്തായിൽ രക്ഷകന വൃക്ഷത്തിന്മേൽ വെച്ചങ്ങു മരിച്ചു. നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മുഖമൊഴിച്ചു. ഹല്ലേലൂയ മോദിപ്പിച്ചു. കർത്താവേ, നിന്റെ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ നിനക്ക് അർപ്പിച്ചിരിക്കുന്ന കുർബാനയോർക്ക് പരിമള വാസനയായി ഭവിക്കണമേ. കർത്താവേ, നിന്റെ തിരുവിഷ്ടം ഇതിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ.
മോറൻ വാലോഹാൻ ലുൻമേ. പാതകനാം റൂബേലിന് ജീവൻ മോശ മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനൊന്നിൻ ബലിയാലെ വിശ്വാസികളായി മരിച്ചോർക്ക് എത്ര ഗുണം കൂടും. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ലച്ചേരി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണഭൂമി നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നീ തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.